പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പലപ്പോഴും മതപരമോ അതിർത്തി സംബന്ധമോ ആയ തർക്കങ്ങളായിട്ടാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഈ യുദ്ധങ്ങൾക്കും നയതന്ത്രങ്ങൾക്കും പിന്നിൽ ഒരു ഭരണാധികാരിയുടെ വ്യക്തിപരമായ അതിജീവന തന്ത്രങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ദി ബി ഫയൽസ്. പ്രശസ്ത അമേരിക്കൻ കൺസർവേറ്റീവ് പോഡ്കാസ്റ്റർ ടക്കർ കൺസൾ തന്റെ നെറ്റ്വർക്ക് വഴി പുറത്തുവിട്ട ഈ ഡോക്യുമെന്ററി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ചോർന്ന ദൃശ്യങ്ങളും സാക്ഷ്യങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. ഒരു വ്യക്തിയുടെ അധികാരമോഹം എങ്ങനെ ഒരു രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളെയും ഒരു പ്രദേശത്തിന്റെ സമാധാനത്തെയും ബാധിക്കുന്നു എന്നതാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത്. ദി ബി ഫയൽസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം നെതന്യാഹുവിന്റെ ഭരണകാലം കേവലം ഒരു രാഷ്ട്രീയ യാത്രയല്ല, മറിച്ച് നെതന്യാഹുവിനെതിരെയുള്ള നിയമ നടപടികളിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ഒരു പടച്ചട്ടയാണെന്നാണ്. അഴിമതി, കൈക്കൂലി, വിശ്വാസവഞ്ചന തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നെതന്യാഹു നേരിടുന്നുണ്ട്. ഇസ്രായേൽ നിയമം അനുസരിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ വിചാരണ ചെയ്യുന്നത് സങ്കീർണമായ പ്രക്രിയയുമാണ്. അതിനാൽ തന്നെ അധികാരത്തിൽ തുടരുക എന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കേവലം ആഗ്രഹമല്ല, മറിച്ച് ജയിൽവാസം ഒഴിവാക്കാനുള്ള അനിവാര്യതയാണ്. മേഖലയിലെ സംഘർഷങ്ങൾ നീണ്ടുപോകുന്നത് നെതന്യാഹുവിന് ഒരു രാഷ്ട്രീയ കവചം നൽകുന്നുവെന്ന് ഡോക്യുമെന്ററി ആരോപിക്കുന്നു. യുദ്ധം നിലനിൽക്കുമ്പോൾ രാജ്യം ഒരു അടിയന്തര ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണെന്നും ഈ സമയത്ത് നേതൃത്വമാറ്റം ഉണ്ടാകുന്നത് സുരക്ഷയെ ബാധിക്കുമെന്നും വാദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ജനങ്ങളുടെ ശ്രദ്ധ ആഭ്യന്തര അഴിമതി കേസുകളിൽ നിന്നും യുദ്ധമുഖത്തേക്ക് തിരിച്ചുവിടാൻ ഇതിലൂടെ അദ്ദേഹത്തിന് കഴിയുന്നു. അധികാരവും സമ്പത്തും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് ഡോക്യുമെന്ററിയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമുണ്ട്. അമേരിക്കൻ കോടീശ്വര ദമ്പതികളായ ഷെൽഡൺ അഡൽസൺ, മിറിയം അഡൽസൺ എന്നിവരുമായുള്ള നെതന്യാഹുവിന്റെ ബന്ധം ഇതിൽ പ്രധാനമാണ്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് പിന്നിൽ ഇവരുടെ സാമ്പത്തിക പിന്തുണയും മാധ്യമ സ്വാധീനവും നിർണായകമായിരുന്നു. വില കൂടിയ സിഗാറുകളും ഷാംപെയിനും ആഭരണങ്ങളും കൈമാറുന്നതിനെ കുറിച്ച് ചിത്രത്തിൽ പരാമർശമുണ്ട്. സിഗാർ ഗായ് പോലുള്ള കോഡ് വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ഇടപാടുകൾ നടന്നിരുന്നത്. ഇത്തരം സമ്മാനങ്ങൾ കേവലം സൗഹൃദത്തിന്റെ ഭാഗമല്ലെന്നും മറിച്ച് വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള കൈക്കൂലിയാണെന്നും ഡോക്യുമെന്ററി വാദിക്കുന്നു. അഡൽസൺ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ വഴി നെതന്യാഹുവിന് അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പകരമായി ചില ബിസിനസ് ഗ്രൂപ്പുകൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ നടത്താൻ നെതന്യാഹു തയ്യാറായി എന്നും ആരോപണമുണ്ട്. നെതന്യാഹുവിന്റെ സ്വകാര്യ ജീവിതത്തിലെ ചില വീഴ്ചകളും അത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നതും ഡോക്യുമെന്ററിയിൽ ചർച്ചയാകുന്നു. ഹോട്ട് ടേപ്പ് വിവാദം പോലുള്ള വ്യക്തിപരമായ പ്രതിസന്ധികളെ പോലും സഹതാപം നേടാനും എതിരാളികൾ തന്നെ വ്യക്തിപരമായി വേട്ടയാടുകയാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താനും അദ്ദേഹം ഉപയോഗിച്ച രീതിയെക്കുറിച്ചാണ് ഡോക്യുമെന്ററി വിവരിക്കുന്നത്. ഒരു നേതാവ് തന്റെ സ്വകാര്യ ജീവിതത്തിലെ പിഴവുകളെ പോലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന തന്ത്രത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദി ബി ഫയൽസ് ഉയർത്തുന്ന മറ്റൊരു വലിയ ചോദ്യം ജനാധിപത്യത്തിലെ മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ചാണ്. ഭരണാധികാരിയും മാധ്യമ ഉടമകളും തമ്മിലുള്ള രഹസ്യധാരണകൾ എങ്ങനെയാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ചിത്രം തുറന്നു കാട്ടുന്നു. യുദ്ധം ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതും അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങളും മാധ്യമങ്ങൾ എങ്ങനെ വെള്ളപൂശുന്നു എന്നത് ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. ഈ ഡോക്യുമെന്ററി പ്രകാരം നെതന്യാഹുവിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും രാജ്യത്തിന്റെയോ ജനങ്ങളുടെയോ സുരക്ഷ മുൻനിർത്തിയുള്ളതല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ കസേര ഉറപ്പിക്കാനുള്ളതാണ്. ഈ വാദം ശരിയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ഓരോ മരണത്തിന് പിന്നിൽ ഒരു ഭരണാധികാരിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടി ഉണ്ടെന്ന് കരുതേണ്ടി വരും. കാൾസണെ പോലെ സ്വാധീനമുള്ള ഒരു വ്യക്തി ഈ ഡോക്യുമെന്ററി പുറത്തുവിട്ടത് അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന അന്ധമായ പിന്തുണയെക്കുറിച്ച് US വോട്ടർമാർക്കിടയിൽ പുനർചിന്തയ്ക്ക് ഇത് കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളിൽ നെതന്യാഹുവിന്റെ ആത്മാർത്ഥതയെ ലോകരാജ്യങ്ങൾ സംശയത്തോടെ വീക്ഷിക്കാൻ ഈ വെളിപ്പെടുത്തലുകൾ ഇടയാക്കും. ദി ബി ഫയൽസ് കേവലം ഒരു വ്യക്തിഹത്യയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അഴുക്കുചാലുകളെ തുറന്നു കാട്ടുന്ന ഒന്നാണ്. അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ഒരു നേതാവിന്റെയും അതിന് കൂട്ടുനിൽക്കുന്ന സാമ്പത്തിക ശക്തികളുടെയും ചിത്രം ഇത് വരച്ചു കാട്ടുന്നു. ഈ ഡോക്യുമെന്ററി ഉയർത്തുന്ന ഏറ്റവും നിർണായകമായ ചോദ്യവും ഇതാണ്: ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണോ അതോ സ്വന്തം സുരക്ഷയ്ക്കാണോ നെതന്യാഹു മുൻഗണന നൽകുന്നത്? ഈ ചോദ്യത്തിന് മുന്നിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇന്നും ബോംബുകൾ വീഴുകയാണ്. ഈ ഫയലുകൾ പുറത്തുവിട്ട സത്യങ്ങൾ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കും.